ദൈവനാമത്തിന് മഹത്വം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 17-ാമത്തെ വാക്യം വരെ നാം പഠിക്കുകയുണ്ടായി. നാം വായിച്ച് നിർത്തിയതായിട്ടുള്ള വാക്യം, ബുദ്ധിഹീനരാവാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതായത് കർത്താവിന്റെ ഇഷ്ടം ഗ്രഹിക്കുന്ന ആളുകളാണ് ബുദ്ധിമാന്മാർ. എന്നാൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നതായിട്ടുള്ള ആളുകളൊക്കെ ബുദ്ധിഹീനർ ആണ്. അതല്ല എങ്കിൽ വ്യർത്ഥബുദ്ധി, അന്ധബുദ്ധി എന്നൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ നാം പഠിച്ചതുപോലെ ഉള്ള ആളുകളായിട്ട് അവരെ ഇരിക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ളവരായിട്ട് നമുക്കിരിക്കാം. തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാവരുത്. വീഞ്ഞു കുടിക്കുന്നത് മത്തരാകുന്നതിനാണ് എന്നുള്ളത് കൊണ്ടാണ് വീഞ്ഞു കുടിച്ച് മത്തരാവരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, അത് ദുർനടപ്പിന് കാരണമാകും എന്നിങ്ങനെയുള്ള വളരെ വ്യക്തമായ പഠിപ്പിക്കലുകൾ നമുക്ക് ദൈവജനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതിനെ സംബന്ധിച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് സംശയമുള്ള ആളുകൾ ആയിരിക്കുകയില്ല. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലും പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ, എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനിറപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്ന് വെളിവാകുന്ന ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ മദ്യപാനം എന്ന് പറയുന്നത് ദൈവവചന വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തരാവരുത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്നും അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. മദ്യപാനം മനുഷ്യനെ ദുർനടപ്പിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് വിഴിഞ്ഞു കുടിച്ച് മത്തരാകരുത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ മദ്യപാനം പോലെയുള്ളതായ ദുശ്ശീലങ്ങൾ, നമുക്കറിയാം, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അവന്റെ മേലുള്ള അവന്റെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുക. നമുക്കറിയാമല്ലോ, കള്ളൊക്കെ കുടിച്ച് പൂസായിട്ട് ആളുകൾ ഇങ്ങനെ ആടി ആടി അങ്ങനെ നടക്കുന്നു. അവന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുക. യഥാർത്ഥത്തിൽ നാം മദ്യം കഴിക്കാതിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിനുണ്ടായാൽ നമ്മൾ ഉടനെ തന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി ചികിത്സ തേടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങളും അതുതന്നെയാണ് മനുഷ്യന് യഥാർത്ഥത്തിൽ അത് ഗുണകരമായ ഒരു കാര്യമല്ല. മദ്യം കഴിക്കാതെ ഇതേ ലക്ഷണങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവർ ഉടനെ തന്നെ ആശുപത്രിയിൽ പോകുമെങ്കിൽ മദ്യം കഴിച്ചുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും ശുഭമായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഒരു ബുദ്ധിഹീനതയുടെയും വഷളത്വത്തിന്റെയും ഒരു ലക്ഷണമാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ എന്ന് നാം വായിക്കും. നമുക്കറിയാം, മദ്യം കഴിച്ചു കഴിഞ്ഞ് ലെവല് കെട്ട ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളും സംസാരിക്കുന്ന രീതിയും, അതുപോലെ തന്നെ അവര് ആർക്കെല്ലാം എന്തെല്ലാം ദോഷം അവരുടെ സ്വന്തം ശരീരത്തോടും മറ്റുള്ളവരോടും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. സ്വന്തം ശരീരങ്ങളെയും കുടുംബജീവിതങ്ങളെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകുകയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പകരം എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ, ഈ 18-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം മുതൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മദ്യം കുടിച്ചാൽ
മത്തരായി അങ്ങനെ ദുർനിറപ്പിലേക്ക് പോകും. നമ്മുടെ മേലുള്ള നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടും. അത് ഒരിക്കലും ഉണ്ടാവരുത്. അതിന് പകരം വിശ്വാസികൾ എങ്ങനെയാണ്, ദൈവസഭയിലെ അംഗങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. ഇതാണ് 18-ാം വാക്യത്തിന്റെ അവസാന ഭാഗവും അതുപോലെ തന്നെ 19-ാമത്തെ വാക്യവും. അപ്പോൾ അന്യോന്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ സ്വന്തം ഹൃദയത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കിവിടെ കാണാം. അതിനൊക്കെ മുന്നോടിയായിട്ടുള്ള മറ്റൊരു കാര്യവും നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തുമെന്നല്ല, മറിച്ച് അതിന് ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ദൈവമക്കൾ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായിട്ടാണ് ഈ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കേണ്ടതും അതുപോലെ തന്നെ കർത്താവിന് ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ജീവിക്കേണ്ടത് ആത്മാവ് നിറഞ്ഞവരായിട്ടാണ്. അപ്പോൾ ഈ ആത്മനിറവ് എന്ന് പറയുന്നത് ഇന്ന് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ്. പൊതുവെ ഇന്ന് പല സഭകളിലും ആത്മനിറവ് എന്ന് പറഞ്ഞാൽ അത് സമം അന്യഭാഷ എന്നാണ്. എന്നാൽ അത് തികച്ചും വ്യാജമായ ഒരു ഉപദേശമാണ്, ഒരു കാഴ്ചപ്പാടാണ്, തെറ്റായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇവിടെ ആത്മാവ് നിറഞ്ഞവരായാൽ എന്താണ് ഇവിടെ തമ്മിൽ സംസാരിക്കുന്നതും സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഉളവാകുന്നതും എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മാവ് നിറയുക, നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു എന്നൊക്കെ ഇതേ പുസ്തകത്തിൽ നാം പഠിക്കുകയുണ്ടായി. അപ്പോൾ ആത്മാവിനാൽ ഒരച്ചാരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിരുന്നു 1-ാമത്തെ അധ്യായത്തിൽ. ഇവിടെ ആത്മാവ് നിറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നു, മുദ്രയിട്ടിരിക്കുന്നു, ആത്മാവിന്റെ ശക്തി നമുക്കുണ്ട്, ലഭ്യമാണ്. എന്നാൽ ഈ ആത്മാവ് നിറയുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആത്മാവ് നിറയുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രവർത്തനം നമ്മളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആത്മാവിന്റെ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ പ്രവർത്തനത്തിനും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, ഏതെങ്കിലും ഒരു കുപ്പിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നിറച്ചു എന്ന് പറഞ്ഞാൽ ആ കുപ്പിയിൽ എല്ലായിടത്തും ആ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് നാം വിട്ടുകൊടുക്കുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി നമുക്ക് തീരുവാനായിട്ട് കഴിയും. അതിന് എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരിക്കലും ആത്മാവിനാൽ നിറയാനായിട്ട് കഴിയുകയില്ല. അതൊരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം അല്ല. ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ആവശ്യമായിട്ടുള്ള ശക്തി പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ദൈവാത്മാവ് നമ്മളിൽ വാസം ചെയ്യുന്നുണ്ട്. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ ലഭിക്കുമെന്ന് പറഞ്ഞിടത്ത് തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിന് ശേഷം ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പരിപാടി യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. 120 പേര് കൂടി ഇരുന്ന സംഘം അവര് ആത്മാവിന് വേണ്ടി കാത്തിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് കർത്താവ് കൽപ്പിച്ചത് പ്രകാരമാണ്. അവർ 10 ദിവസത്തോളം കാത്തിരുന്നു. ആത്മാവ് അവരുടെ മേൽ വന്നു. പിന്നെ അവരുടെ ജീവിതത്തിൽ ആത്മാവിന്റെ നിറവ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. പല സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് അവര് ദൈവസന്നിധിയിലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവിന്റെ നിറവ് അവർക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ അവരേതെങ്കിലും കഷ്ടങ്ങളിലൂടെ കടന്നുപോയിരുന്ന സമയത്ത്
ആ കഷ്ടങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ശക്തി ആത്മാവ് നിറവിനാൽ അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഈ ആത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിച്ച ആത്മാവ് നിറയണമെന്നല്ല. നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരാകുക എന്നുള്ളത് ഒരു കൽപ്പന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആത്മാവ് നിറഞ്ഞവരാകരുത് എന്നുള്ള ഒരു അർത്ഥവും അതിന്റെ മറുവശമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആത്മാവ് നിറഞ്ഞവരായി തീരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ ജീവിതത്തിന്റെ മേഖലകളും ആത്മാവിന്റെ നിയന്ത്രണത്തിന് നാം വിട്ടുകൊടുത്ത് ആത്മാവ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയന്ത്രിക്കുമ്പോൾ അതിനെയാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലായ്പ്പോഴും വേണ്ടതാണ്. അത് പാട്ടുപാടുമ്പോഴല്ല, സഭായോഗത്തിലല്ല, അത് എല്ലായ്പ്പോഴും വേണം എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? ഈ വാക്യത്തിൽ തന്നെ അതുണ്ട്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവിൻ എന്ന് പറയുന്നതും ആത്മാവ് നിറഞ്ഞവരായി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നതും ആത്മാവ് നിറഞ്ഞവരായിരിക്കണം. അപ്പോൾ ആത്മനിറവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചില സമയങ്ങളിൽ മാത്രം ലഭിച്ച് പ്രദർശിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് മറ്റുള്ളവരെ കാണെ ആയിരിക്കണമെന്നോ മറ്റുള്ളവർ അതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണണമെന്നോ ഒന്നുമില്ല. കാരണം ഒരാള് ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും ഇരിക്കുന്നത് ഹൃദയത്തിലാണ്. ആ ഒരു സൗണ്ട് പോലും പുറത്തു വരുന്നില്ല. അതും ആത്മനിറവിലാണ് ചെയ്യേണ്ടത്. അന്യോന്യം സംസാരിക്കുമ്പോൾ അവര് ആത്മീയ ഗീതങ്ങളാലും സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും അന്യോന്യം സംസാരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അത് ആത്മനിറവിലാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഈ ആത്മനിറവില്ലാതെയും ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വഞ്ചനാപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് നാം ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്താൽ നിയന്ത്രിക്കപ്പെടുകയും അതേസമയം തന്നെ നമുക്ക് സ്തുതിക്കാനും പാട്ടുപാടാനും കീർത്തനം ചെയ്യാനും സ്തോത്രം ചെയ്യാനും ഒക്കെ സാധിക്കും. അത് ദൈവസന്നിധിയിൽ പ്രസാദകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവാത്മാവ് നടത്തുന്നവർ അത്രേ ദൈവമക്കൾ എന്ന് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ദൈവാത്മാവ് നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവാത്മാവ് നമ്മെ നടത്തി നാം ആത്മനിറവുള്ളവരായിട്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വായിൽ നിന്ന് ദൈവത്തിന് പ്രസാദകരമായ സ്തുതികളും ആത്മീയ ഗീതങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് നാം അന്യോന്യം തമ്മിൽ സംസാരിക്കുന്നത്. നമ്മുടെ കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ പാടുകയും കീർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്താൽ അത് ദൈവത്തിന് പ്രസാദകരമായി തീരുകയുള്ളൂ. സ്വന്തം ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ഒരാള്, സ്വന്തം വഴിക്ക് ജീവിക്കുന്നതായിട്ടുള്ള ഒരാള്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതായിട്ടുള്ള ഒരാള് ഇനി സ്വന്തമായിട്ടോ അതല്ല എങ്കിൽ സഭായോഗങ്ങളിലോ ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ദൈവത്തിന് യാതൊരു വക പ്രസാദവുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ദൈവമക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് സംസാരിക്കാൻ, അവർക്ക് പാട്ടുപാടാൻ ഒക്കെ ഉള്ള സ്തുതിക്കാൻ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള ആവശ്യമുണ്ട്. ഇത് സഭായോഗത്തിലും ഇത് സാധ്യമാണ്. എന്നാൽ സഭായോഗത്തിൽ മാത്രമല്ല, ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ. അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു മനോഭാവം തന്നെ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. നാം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പാട്ടുകൾ പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ
അതിനകത്ത് തമ്മിൽ സംസാരിക്കുന്ന ഒരു തലം കൂടി ഉണ്ട് എന്നുള്ളത് നാം ഓർക്കണം. അത് പ്രത്യേകിച്ച് നമ്മുടെ സഭായോഗങ്ങളിൽ അങ്ങനെ ഒരു തലം കൂടിയുണ്ട്. നമുക്കറിയാം, ദൈവത്തെ നന്നായി സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും അത് ഒരു ഉത്സാഹമായി, മറ്റുള്ളവരോട് ചിലപ്പോൾ ഒരു പ്രബോധനം പറയുന്നത് പോലെ തന്നെ അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് തീരാറുണ്ട്. ചിലപ്പോഴൊക്കെ ആളുകൾ പാടുന്നതായിട്ടുള്ള ഒരു 4 വരി പാട്ട് അവരവരുടെ ഹൃദയത്തിൽ നിന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആത്മനിറവോടുകൂടി അവർ പാടുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു സന്ദേശം കേൾക്കുന്നതിനേക്കാൾ വലിയ ഉത്സാഹം അവർക്ക് ഉണ്ടാകും. ചില വാക്കുകൾ, ചില പ്രാർത്ഥനകൾ, ചില സ്തോത്രങ്ങൾ, ചില പാട്ടുകളുടെ അടികളൊക്കെ കേൾക്കുമ്പോൾ അത് പലപ്പോഴും ഒരു വലിയ ബൈബിൾ ക്ലാസ്സിനേക്കാൾ ഏറെ നമ്മെ ആശ്വസിപ്പിക്കുകയോ പ്രബോധിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, ഉത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനായിട്ടൊക്കെ ധാരാളം സാധ്യതകൾ സഭായോഗങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളിലൊക്കെ പാട്ട് പാടാനായിട്ട് നമ്മൾ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ പാട്ടാരാ പാടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ദീർഘമായ ഒരു മൗനമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. പിന്നെ ആരെങ്കിലുമൊക്കെ പേര് വിളിച്ചിട്ടാണ് നിങ്ങൾ പാട് എന്ന് പറയേണ്ടി വരുന്നത്. പ്രിയമുള്ളവരെ, അന്യോന്യം സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ഒക്കെ സംസാരിക്കാനും പ്രബോധിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വവും അതിനുള്ള ഒരു വഴിയുമാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. നമ്മളങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കർത്താവിന് പാടുന്ന, കീർത്തനം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടോ? നമുക്കറിയാം, ചില ആളുകളൊക്കെ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെപ്പോഴും വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ അവരെങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കും. ഈ ലോകത്തിലെ ആളുകളാണെങ്കിൽ പലരും സിനിമാ പാട്ടൊക്കെ പാടി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ നമുക്ക് ആത്മീയമായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ സന്തോഷവും നമ്മളുടെ പ്രത്യാശയും നമ്മളുടെ സമാധാനവും ഒക്കെ വെളിപ്പെടുത്തുന്നതായ യഥാർത്ഥത്തിൽ കീർത്തനങ്ങളും സ്തോത്ര ഗാനങ്ങളും ആശ്വാസ ഗാനങ്ങളും ഒക്കെ പാടിക്കൊണ്ട് ജീവിക്കുന്നത് അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെയും ആത്മനിറവിന്റെയും ഒരു ലക്ഷണമാണ്. ആത്മാവ് നിറയാത്തവർക്കും വേണമെങ്കിൽ പാടാമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ആത്മനിറവുള്ളവർക്ക് അത് പാടാതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ഹൃദയം എപ്പോഴും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടും അതുപോലെ തന്നെ നിറഞ്ഞും ആത്മീയമായിട്ടുള്ള ചിന്തകളാൽ നിറഞ്ഞുമൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും സ്വാഭാവികമായിട്ട് ഉളവാകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ 20-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്താഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സ്തോത്രം ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് താല്പര്യമുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ജീവിതത്തിൽ നമ്മൾ വളരെ പ്രശ്നങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ കടന്നു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ളതല്ല, എല്ലാവരും ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ, ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ പ്രശ്നങ്ങളിലൂടെ കടന്ന് പോകുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാണ് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം എന്ന് പറയുമ്പോൾ, അപ്പോൾ നാം എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിനുവേണ്ടിയും സ്തോത്രം ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ സ്തോത്രം ചെയ്യുന്ന ആളുകളെ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അടിയൊക്കെ മേടിച്ച് ജയിലിൽ കിടന്നേച്ച് ജയിലിൽ നിന്ന് അവരെ അടിയൊക്കെ കൊടുത്തിന് മിണ്ടരുതെന്ന് പറഞ്ഞു വിടുമ്പോൾ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് പുറത്തു പോയി നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് എന്ന് ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എത്രത്തോളം പ്രയാസമുള്ളതാണെങ്കിലും അതെന്റെ നന്മയ്ക്കാണ് എന്നൊരാള് വിശ്വസിക്കുന്നെങ്കിൽ
ആ വാക്കിനെ മുഖവിലയ്ക്കെടുത്ത് അത് നമ്മളുടെ വിശ്വാസമായി ആ വചനം മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും. കാരണം അത് നമ്മുടെ നന്മയ്ക്കാണ്. കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നത് നമ്മുടെ നന്മയ്ക്കാണ്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി ഒരു വർഷം മുഴുവൻ പഠിച്ച് അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ മുഴുവൻ പഠിച്ച് അവസാനം ഒരു പരീക്ഷ ഇട്ട് കൊടുക്കും. ഈ പരീക്ഷ വേണ്ട എന്ന് പറയാനായിട്ട് കഴിയില്ല. ആ പരീക്ഷ എഴുതി, പരീക്ഷ എപ്പോഴും ഒരല്പം പ്രയാസമാണ്, അതിനുവേണ്ടി അധ്വാനമുണ്ട്, പ്രയാസമുണ്ട്, ഉറക്കളപ്പുണ്ട്. പക്ഷെ ആ പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ എനിക്ക് പരീക്ഷ വേണ്ട, ഞാൻ പഠിച്ചോളാം എന്ന് പറയുന്നതല്ല. നാം ക്രിസ്ത്യ ജീവിതത്തിന്റെ ഓരോ ഏടുകളും പിന്നിടുമ്പോൾ, ഓരോ ദിനങ്ങളും പിന്നിടുമ്പോൾ നമുക്ക് കർത്താവ് പരീക്ഷകൾ തരും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് അടുത്ത പ്രൊമോഷന് നമ്മെ അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷന് നമുക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലും സ്തോത്രം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നത് നാം ആത്മനിറവുള്ളവർ ആണെങ്കിൽ മാത്രമാണ്. അപ്പോൾ ആത്മാവ് നിറഞ്ഞവരായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സാധാരണഗതിയിൽ കാര്യങ്ങളെ കാണുന്നത് പോലെയല്ല നാം കാണുന്നത്. സാധാരണ മനുഷ്യർ കാണുന്നത് പോലെയല്ല നാം കാണുന്നത് എന്നുള്ളത് നാം ഓർക്കണം. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, വ്യത്യസ്തമായിട്ടുള്ള ഒരു ലക്ഷ്യം, വ്യത്യസ്തമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ, ബോധ്യങ്ങൾ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആത്മനിറവുള്ളവർക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എന്നാൽ ആത്മനിറവില്ലാതെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അനുകരിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പ്രയോജനമൊന്നുമില്ല. നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളിലൂടെ, മോഹഭംഗങ്ങളിലൂടെയൊക്കെ നാം കടന്നുപോയാൽ ഉടനെ തന്നെ നാം നിരാശരായും പരാതി പറയുന്നവരും വെറുപ്പുകാരും ഒക്കെ ആയിട്ട് തീരുന്നത് നാം ഈ ആത്മനിറവിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാത്തവരാകുന്നത് കൊണ്ടാണ്. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ നാം കൊടുക്കുക. അങ്ങനെ നാം ദൈവത്തിന് പ്രവർത്തിക്കുവാനായുള്ള സ്വാതന്ത്ര്യത്തെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുന്നത് ദൈവമാണ് എങ്കിൽ പിന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പ്രയാസപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എന്നാൽ നമ്മളുടെ ഇഷ്ടങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളുടെ ജീവിതവും നമ്മുടെ അധ്വാനവും നമ്മളുടെ ലക്ഷ്യങ്ങളുമെങ്കിൽ നമുക്ക് വേദനിക്കാനായിട്ട് ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ആത്മാവ് നിറഞ്ഞവരായി നാം ഈ നിലയിലൊക്കെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ശരി, 21-ാമത്തെ വാക്യം കൂടി നമുക്ക് നോക്കാം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ ഇതും ഈ ആത്മനിറവുള്ള ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മാവ് നിറഞ്ഞവരായി ചെയ്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ ബാക്കിയായിട്ട് തന്നെ അടുത്ത ഒരു വാചകമാണ് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ ആത്മനിറവുള്ള ആളുകൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും എന്നും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, ചില ആളുകൾ അവര് സ്വമേധയാ അങ്ങനെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും അവര് വിധേയപ്പെട്ട് ജീവിക്കും. അത് അവരുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ്. അവര് അങ്ങനെ ഒരു ബോസി ടൈപ്പ് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് റോള്, നേതൃത്വ ഗുണമുള്ളവരല്ല. അവരെപ്പോഴും അനുയായികളായിട്ട് തുടരുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും അവരുടെ മനോഭാവം അതായതുകൊണ്ട് അവരങ്ങനെ ഒരല്പം താഴ്ന്ന മനോഭാവത്തോടു കൂടി അവരങ്ങനെ ജീവിക്കും. പക്ഷെ അത് ഈ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ഗണത്തിൽ വന്നുകൊള്ളണം എന്നില്ല. പലപ്പോഴും അങ്ങനെ ആവാറില്ല. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സഭയില് ചിലർക്കൊക്കെ കീഴ്പ്പെടാനും ചിലരെയൊക്കെ സ്നേഹിക്കാനും ചിലരെയൊക്കെ അനുസരിക്കാനും നമുക്കൊരു പക്ഷേ താല്പര്യം കാണും. എന്നാൽ ക്രിസ്തുവിലുള്ള ഭയം അല്ലെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുന്നവരാണ്, ആത്മാവ് നിറഞ്ഞവനാണ് എങ്കിൽ അവരെല്ലാവർക്കും കീഴ്പ്പെട്ടിരിക്കും. അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ള ആളുകളോട് മാത്രമല്ല, അവരുടെ ബന്ധം ഈ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് അവര് എല്ലാവർക്കും വിധേയപ്പെട്ടിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആത്മനിറവ് ഇല്ലാത്ത ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള ചില ആളുകൾക്ക് വിധേയപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ വിധേയപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്.
അതുമല്ലെങ്കിൽ അവരുടെ സ്വഭാവം തന്നെ വിധേയപ്പെട്ടിരിക്കുന്ന ഒന്നാകുന്നത് കൊണ്ട് വിധേയപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട്. ഈ 3 സാധ്യതകളുമല്ല ക്രിസ്തുവിന്റെ ഭയത്തിൽ ദൈവസഭയിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നത്. അത് മനുഷ്യനെ ഭയപ്പെട്ടിട്ടല്ല. അവിടെ അത് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ മനുഷ്യഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളതല്ല. ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്നുള്ളത് കൊണ്ട് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണമെന്നല്ല. മറിച്ച് നിങ്ങൾ ക്രിസ്തുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവ് നിറഞ്ഞ ആളുകളാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ഭയത്തിൽ, ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മറ്റൊരു കാര്യം കാണാനായിട്ട് കഴിയുന്നത്, അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ എന്നുള്ളത് ഓരോരുത്തർക്കുമുള്ള ഒരു കൽപ്പനയാണ്. എന്നാൽ ആരെയെങ്കിലും കീഴ്പ്പെടുത്താനുള്ള ഒരു കൽപ്പന ബൈബിളിൽ ഒരിടത്തുമില്ല. ഭാര്യമാരോട് പറയുമ്പോഴും നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഇതിനുശേഷം 22-ാമത്തെ വാക്യത്തിൽ അതാണ് പറയുന്നത്. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. എന്നാൽ ഒരിടത്തും നിങ്ങൾ ഭാര്യമാരെ കീഴ്പ്പെടുത്തിക്കൊള്ളണമെന്നോ അല്ല എങ്കിൽ സഹോദരന്മാരെ നിങ്ങൾ അന്യോന്യം കീഴ്പ്പെടുത്തിക്കൊള്ളണമെന്നോ ഉള്ള യാതൊരു പ്രയോഗങ്ങളുമില്ല. കാരണം അത് ലൗകികവും ജഡികവും പൈശാചികവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കീഴ്പ്പെടുത്തുക എന്നുള്ളതല്ല, കീഴ്പ്പെടുക എന്നുള്ളതാണ്. കീഴ്പ്പെടുക എന്ന് പറയുന്നത് ആത്മീകമാണ്, ദൈവികമാണ്, ആത്മനിറവുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ ആളുകൾക്ക് അതിന് വിധേയപ്പെടാനായിട്ട് സാധിക്കാതിരിക്കുന്നുവെങ്കിൽ അവരുടെ ആത്മീയ അവസ്ഥ അത്രത്തോളം പരിതാപകരമാണ് എന്ന് മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആവശ്യമില്ല. ഈ അന്യോന്യം ക്രിസ്തുവിന്റെ ഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ പ്രാഗൽഭ്യമുള്ളവരും അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ഞാൻ കീഴ്പ്പെടാനായിട്ട് യോഗ്യതയുള്ള ആളുകളൊന്നും ഒരുപക്ഷെ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കുകയില്ല. നമ്മുടെ സഭയിൽ പുതുതായി സഭയിലേക്ക് വരുന്ന ആളുകൾ കാണും, വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ കാണും, അതിനകത്ത് മധ്യവയസ്കർ കാണും, ചെറുപ്പക്കാർ കാണും, കുട്ടികൾ കാണും, അതുപോലെ തന്നെ വൃദ്ധന്മാരും വൃദ്ധകളും ഒക്കെ കാണും. അതിനകത്ത് വിദ്യാസമ്പന്നർ കാണും, അതിനകത്ത് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർ കാണും. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിനകത്ത് ഈ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നതിൽ നിന്ന് ആർക്കും ഒരു ഒഴിവും കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ശുശ്രൂഷകന്മാർക്ക് ഒഴിവ് കൊടുത്തിട്ടില്ല. അവർക്കും പത്രോസ് എഴുതിയ ലേഖനത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവൻ എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വാക്യം പറയുന്നത് എല്ലാവരും അന്യോന്യം കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ക്രിസ്തുവിന്റെ ഭയത്തിൽ ഉള്ളതായ ഒരു കീഴടങ്ങൽ അത് സഭയിൽ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കീഴടങ്ങുന്ന ആളുകൾക്ക് മാത്രമേ ദൈവാത്മാവിന്റെ നിറവുള്ളൂ. അവർ മാത്രമേ ദൈവാത്മാവിനെ നിറയപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളുള്ളൂ. അതല്ലാതെ കീഴ്പ്പെടാൻ മനസ്സില്ലാത്തൊരു മനോഭാവം ഇനി നമുക്കുണ്ട് എന്ന് വിചാരിച്ചുകൊള്ളൂ. ഈ കീഴ്പ്പെടുക എന്ന് പറയുന്നത് അന്യോന്യം കീഴ്പ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കില്ല. അല്ലെങ്കിൽ ചിലരൊക്കെ അവർക്കൊന്നും കീഴ്പ്പെടേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നമുക്കില്ല, എനിക്കില്ല, ഞാൻ അങ്ങനെ ആർക്കും വിധേയപ്പെടുകയില്ല. ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞത്, ഞാൻ ആരുടെയും അടിമയല്ല എന്നാണ്. അടിമയല്ല. അവരുടെയൊക്കെ മനോഭാവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ അപകടകരമായ ആത്മീക അവസ്ഥയാണ് അവർക്കുള്ളത്. അങ്ങനെ ഒരുപക്ഷെ തുറന്നു പറഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ പല സഭകളിലുമുള്ള പല വിശ്വാസികളുടെയും മനോഭാവം എന്ന് പറയുന്നത്, ഞാൻ ആർക്കും അങ്ങനെ വിധേയപ്പെടാനായിട്ട് പോകുന്നില്ല, എന്നെ ആരും നോക്കണ്ട, എന്നെ ആരും അങ്ങനെ വിധേയപ്പെടുത്താനും നോക്കണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കുമെന്നുള്ള നിലയിലാണ്. അനേക സഭകളിലും അങ്ങനെയാണ്. അനേക സഭകളിൽ അംഗമായിരുന്ന എനിക്ക് എൻ്റെ ജോലിയോടും പഠനത്തോടും അനുബന്ധിച്ച് പല സ്ഥലങ്ങളിൽ മാറി മാറി പോയപ്പോൾ അനേക സഭകളിലും അംഗമായിരുന്ന എനിക്ക് അത് നേരിട്ട് അനുഭവിക്കുവാൻ ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അന്യോന്യം കീഴ്പ്പെടാതെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചിലർക്ക് കീഴടങ്ങുന്നതല്ല, ഞാനത് ഓർമ്മിപ്പിച്ചു. ചില ഇഷ്ടക്കാർക്ക് കീഴടങ്ങുന്നതല്ല, എല്ലാവർക്കും കീഴടങ്ങേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രമാണം ബൈബിളിൽ ഒരിടത്തുമില്ല. അതും ഒരു പരിധിവരെ ഇന്ന്
അനേക സഭകളിലും ആളുകളെ കീഴ്പ്പെടുത്തുന്ന ഒരു മനോഭാവം, പ്രത്യേകിച്ച് സ്വാധീനവും സമ്പത്തും അതുപോലെ തന്നെ വലിയ ആജ്ഞാശക്തിയൊക്കെയുള്ള ആളുകൾ പലയിടത്തുമുണ്ട്. അവരവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സാധ്യതകൾ കൊണ്ട് അവർ മറ്റുള്ളവരെ അടിമകളെ പോലെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഭയപ്പെടുത്തിയും പലപ്പോഴും അങ്ങനെ കീഴ്പ്പെടുത്തി കൊണ്ടു നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അതൊരു പൈശാചികമായിട്ടുള്ള കാര്യമാണ്. ജാതികളും അവരുടെ അധിപതികളും ഒക്കെ അവരുടെ മേൽ കർത്തൃത്വം നടത്തും. നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും അങ്ങനെ അരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്തൃത്വം നടത്തുവാനായിട്ടുള്ള ഒരു അവകാശം ഇല്ല. പൗലോസ് അപ്പോസ്തലൻ കൂടിയും ഞാൻ ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നുള്ള വാക്കാണ്, ഞങ്ങൾ ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നുള്ള വാക്കാണ് പൗലോസ് അപ്പോസ്തലനും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, സഭാ ജീവിതം എന്ന് പറയുന്നത്, അത് വളരെ മനോഹരമായ വ്യത്യസ്തമായ ഒരു ജീവിതമാണ്. അത് നാം ആ കർത്താവ് സഭയെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ച്, ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി നാം അതിന് വിധേയപ്പെടുമ്പോഴാണ് അതിൻ്റെ ആ സൗരഭ്യം, അതുപോലെ തന്നെ അതിൻ്റെ മനോഹരത്വം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് എനിക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് കുറെ ലൗകികമായിട്ടുള്ള നല്ല സാധ്യതകൾ ഉണ്ടാവണം എന്ന് മാത്രം ചിന്തിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നതായിട്ടുള്ള ആളുകൾക്കൊന്നും ആ ഒരു മനോഹാരിത്വം മനോഹരത അനുഭവിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവവചനം നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് ആവശ്യമുള്ള നിലയിൽ നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മളുടെ വിശ്വാസമായി പരിണമിക്കട്ടെ. നമ്മുടെ ആത്മാവിൽ അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.